വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഞാൻ റീനു, എൻ്റെ കൂടെയുണ്ട് പ്രകൃതി. എത്ര മണിയാണെന്നറിയോ? 11 മണിയായി. നമ്മൾ പ്രണയകഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? അതെ. വീട്ടിൽ എപ്പോഴാ ചെറിയ സംശയം തോന്നി തുടങ്ങിയ? വീട്ടിൽ സംശയം തോന്നിയിട്ടില്ല. ഐ വാസ് കെയർഫുൾ. അത്രമാത്രം ടെക്സ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ബിക്കോസ് വി വർ ടുഗെദർ ഈച്ച് ആൻഡ് എവറി ടൈം. കോളേജ് കഴിഞ്ഞാൽ വി യൂസ് ടു ഗോ ഔട്ട്, ഹാങ് ഔട്ട്. കോഫി ഷോപ്പ് ആണെങ്കിലും ഞങ്ങൾ യൂഷ്വൽ ഹാങ് ഔട്ട് സ്പോട്ട് എന്ന് പറഞ്ഞാൽ കോഫി ഓൾവേസ്. സോ വി വർ ഓൾവേസ് ടുഗെദർ. എന്നിട്ട് പിന്നെ ടെക്സ്റ്റിംഗ് അങ്ങനെ കൂടുതൽ സംശയം തോന്നാൻ മാത്രം നമ്മളിങ്ങനെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ സംസാരം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും പറയാറുണ്ട് പ്രണയത്തിലായി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേനും നമ്മളെ വീട്ടിൽ പൊക്കുമെന്ന് ഷുവറാണ്. അങ്ങനെ പൊക്കാതിരിക്കാനുള്ള ടിപ്സ് എന്താ? പൊക്കാതിരിക്കാനുള്ള ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി കൂടുതൽ നേരം സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ വീട്ടിൽ സംശയം തോന്നും. അപ്പോൾ അതൊക്കെ കുറച്ച് ഒഴിവാക്കുക. അമ്മയുടെ അച്ഛനും മുന്നിൽ നിന്ന് നമ്മൾ ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് കള്ളത്തിലൊക്കെ പഠിക്കാൻ തുടങ്ങാം. അല്ലെങ്കിൽ പ്രണയത്തേക്ക് എതിർത്ത് സംസാരിച്ചേക്കുക. ആരുടെയെങ്കിലൊക്കെ പ്രണയം കേൾക്കുമ്പോൾ അപ്പോഴാണ് കൂടുതൽ സംശയമാവുക. സത്യം, എനിക്കറിയത്തില്ലായിരുന്നു. നെക്സ്റ്റ് ടൈം ഞാൻ കുറച്ചുകൂടെ കെയർഫുൾ ആയിക്കോളാം കേട്ടോ. ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിൽ ഇപ്പോൾ സുഖമോ എന്ന് തുടങ്ങിയൊരു പാട്ട് വെയിറ്റ് ചെയ്യാൻ വെച്ചാലോ? Stay tuned to Love Bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിൽ ഇപ്പോൾ കേട്ടത് ഇലക്ട്ര എന്ന മൂവിയിലെ പാട്ട്. ഞാൻ റീനു, എൻ്റെ കൂടെ പ്രകൃതി. ഇപ്പോൾ 1.5 years ആയി ഒരു റിലേഷൻഷിപ്പിലായിട്ട്. സത്യസന്ധമായിട്ട് ഉത്തരം പറയണേ. ഞാൻ ഇത്രയും നേരം സത്യസന്ധമായിരുന്നു. എത്ര തവണ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്? ഓ മൈ ഗോഡ്, ഇങ്ങനെ ചോദിക്കരുത്. ദിവസത്തിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി. ശരിക്കും? സീരിയസ്ലി. ആരാ പാച്ചപ്പ് ചെയ്യാറ്? ബോത്ത് ഓഫ് അസ്. രണ്ടുപേരും ഒരുപോലെ പാച്ചപ്പ് ചെയ്യാൻ വരുമോ? ഇന്നിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ പോവും സോറി എന്ന് പറഞ്ഞിട്ട്. അല്ല, എന്റെ ഭാഗത്ത് അല്ലെങ്കിൽ തന്നെ ഐ സ്റ്റാർട്ട് മിസ്സിങ് ഹിം ആൻഡ് then I say, ഇപ്പൊ നമ്മൾ പെൺപിള്ളേര് പാവങ്ങളായതുകൊണ്ട് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അല്ലല്ല, I don't say that he doesn't come to me. He always ready to say sorry and he's so lovely. അയ്യടാ, ഇഷ്ടപ്പെടുന്ന ആളെ ഞാനൊരു ചെറിയ കുറ്റം പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല. Obviously, It's very sweet. ഇതുപോലൊരു പ്രണയകഥ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നില്ലേ? ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിലൂടെ ഈ സ്റ്റുഡിയോയിൽ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കണ്ടേ? എന്നാൽ ഫേസ്ബുക്കിൽ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ പറഞ്ഞോളൂ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വിനയ് താണ്ടി വരുവായ എന്ന മൂവിയിലെ സോങ്ങാണ് ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്. ഞാൻ റീനു, എൻ്റെ കൂടെ പ്രകൃതി. ഇപ്പോൾ ഈ വിനയ് താണ്ടി വരുവായയിൽ 2 കാസ്റ്റിലുള്ള ആളുകളാണ് പ്രണയിക്കുന്നത്. പ്രായ വ്യത്യാസമുണ്ട്. പ്രകൃതിയുടെ കേസിൽ എങ്ങനെയാണ്? എൻ്റെ കേസിലും ഇച്ചിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതന്നെ, കോംപ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ എന്ത് രസം ലവ് സ്റ്റോറി അല്ലേ? അപ്പോൾ വീട്ടിൽ എതിർക്കാനാണോ സാധ്യത? ഐ തിങ്ക് സോ. ബട്ട് ദെൻ ഞങ്ങള് ഒന്നും നടന്നില്ലെങ്കിൽ അച്ഛനും അമ്മേന്റെ കാല് പിടിക്കും, അത്ര തന്നെ. അച്ഛനും അമ്മയും കാല് പിടിച്ചിട്ട് സമ്മതിച്ചില്ലെങ്കിലോ? പിന്നെയുള്ളൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിന്നെ എന്റെയും അവന്റെയും അഫയറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്തായാലും ഒരു ആള് വരുമ്പോ ഒന്നും അന്വേഷിക്കാതെ ചുമ്മാ എന്നെ കെട്ടില്ലല്ലോ. അതില്ല, ആ ഒരു സമാധാനമുള്ളൂ. ഇപ്പൊ ഒത്തിരി റിലേഷൻഷിപ്സിലും ഒരു വശത്ത് പേരൻസ് നിൽക്കുക, ഒരു വശത്ത് ലവർ നിൽക്കുക. 2 പേരിൽ ഒരാളെ ചൂസ് ചെയ്യുന്ന ഒരു സമയം വരാ. പ്രകൃതി ആരാ ചൂസ് ചെയ്യാ? അയ്യോ, ഇറ്റ്സ് ടഫ്, റിയലി ടഫ്. ഞാൻ ഇന്ന് എനിക്ക് എൻ്റെ ലവർ മതി എന്ന് പറഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞാൽ ഐ വിൽ റിഗ്രറ്റ്, ബിക്കോസ് ഐ ലവ് മൈ പേരൻസ്. അപ്പം പേരൻസിനെ സംബന്ധിച്ച് എൻ്റെ ലവറിൻ്റെ കൂടെ ജീവിക്കുക, അതാണ് എൻ്റെ താല്പര്യം, ആഗ്രഹം. അങ്ങനെ നടന്നാൽ മതി. ഓ മൈ ഗോഡ്, മധുരച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ളൊരു റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രകൃതി. ബാക്കി വിശേഷങ്ങൾ കൂടെ ചോദിക്കണ്ടേ, അറിയണ്ടേ? അതിനായിട്ട് കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് പ്രകൃതി. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. പുതിയ കുട്ടികളല്ലേ, അവർക്ക് പ്രണയത്തെക്കുറിച്ച് എന്തറിയാം? അവർ ഇന്നൊരാളെ പ്രണയിക്കുന്നു, നാളെ വേറൊരാളെ പ്രണയിക്കുന്നു. ആരുമായിട്ടും എപ്പോൾ വേണമെങ്കിൽ ബ്രേക്കപ്പ് ആവാം. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. ഇത് പക്ഷെ പറയുന്ന ഞാനല്ലാതെ പ്രകൃതിക്ക് അറിയാലോ. പൊതുവെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദിസ്? Obviously I agree with this thing, because ഇന്നത്തെ കാലത്ത് അങ്ങനെ ട്രൂ ലവ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. അത് ആ ഒരു ടൈമിൽ ഓക്കെ ഇന്ന് ഇങ്ങനെ ഒരാളുടെ കൂടെ നാളെ വേറെ ആളുടെ കൂടെ ലൈക്ക് റിലേഷൻഷിപ്പിനൊരു വാല്യൂ കൊടുക്കാത്തൊരു മൈൻഡ് സെറ്റ് ആയി മാറിയിട്ടുണ്ട് ഇപ്പോൾ.
ബട്ട് ഇറ്റ്സ് നോട്ട് റൈറ്റ് ഇൻ മൈ കേസ്. ഓക്കെ, ഞാൻ മുഖം നോക്കിയിട്ട് മനസ്സ് പറയാൻ കഴിവുള്ള ഒരാളാണ്. ആണോ? എന്നാ പറയൂ, എന്റെ ഒരു മനസ്സിൽ ബ്രേക്കപ്പിന്റെ ഒരു ലക്ഷണങ്ങൾ. എന്നോ ഒരിക്കലും ഒരു ബ്രേക്കപ്പ് നടന്നിട്ട് കള്ളത്തരം. ഓക്കെ, തൽക്കാലം ഞാനിത് വിശ്വസിക്കാൻ നിർബന്ധിതയായിരിക്കുകയാണ്. ഇതുപോലെ ഒരു ലവ് സ്റ്റോറി നിങ്ങൾക്ക് ഷെയർ ചെയ്യണ്ടേ? വേണമെന്നേ എനിക്കറിയാം, ഞാൻ വെറുതെ ചോദിച്ചാ. അത് ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടാക്ട് പേജിൽ പറഞ്ഞാൽ മതിയെ, ഞാൻ നിങ്ങളെ വിളിക്കാം കേട്ടോ. എന്നിട്ട് ആ ലവ് സ്റ്റോറി നമുക്ക് ഷെയർ ചെയ്യാം, എൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്യാം. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഇപ്പോൾ അരികെ എന്ന മൂവിയിലെ പാട്ട് നമുക്ക് കേൾക്കാം. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.